മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥി കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ പ്രചാരണ വാഹനത്തിലാണ് ഞാനുള്ളത്. അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികളൊക്കെ ഒന്ന് നോക്കിക്കാണുകയാണ് ഞാൻ. എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു പ്രതികരണം? കുറെ കാലമായി എത്തിയാക്കിയിരിക്കുകയാണ്. ഇദ്ദേഹം പരിചയമുണ്ട്. അവരുടെ ഒരു വീണ്ടും കാണുമ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പൊ ഇവിടെ നേരത്തെ കണ്ടുകൊണ്ടിരുന്നവരാണ്. പ്രചാരണത്തിലൊക്കെ എങ്ങനെയുണ്ട്? നല്ല പ്രതികരണമാണ്, അനുകൂലമായ പ്രതികരണമാണ്. ആളുകൾക്ക് യാതൊരു മടുപ്പുമില്ല. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അത് ഇവിടെയും പ്രതിഫലിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വീണ്ടും മത്സരിക്കാൻ എത്തിയിരിക്കുന്നു. അത് ഗുണം ചെയ്യുമോ? രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വളരെ ഗുണം ചെയ്യും. മാത്രമല്ല KC വേണുഗോപാൽ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ആലപ്പുഴയിൽ മാവേലിക്കരയ്ക്ക് തൊട്ടടുത്ത മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഞങ്ങൾക്ക് ഊർജം പകരുന്നുണ്ട്. ഈ സർവേകളിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? സർവേകളിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില സർവേകളൊക്കെ ശരിയായി വന്നേക്കാം. എല്ലാ സർവേകളും ശരിയാകണമെന്നില്ല. LDF സംബന്ധിച്ചിടത്തോളം അവർ ഈ മണ്ഡലത്തിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എന്നാണ് അല്പസമയം മുമ്പ് ഈ ജില്ലാ സെക്രട്ടറിയോടൊക്കെ സംസാരിച്ചു പറയുന്നത്. അവർക്ക് പ്രതീക്ഷ വെക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. കാരണം അവർക്ക് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ അവർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് മത്സരിച്ചത്. ഈ മണ്ഡലത്തിന്റെ ഒരു പൊതുസ്വഭാവം നോക്കുമ്പോൾ LDFന് മുൻതൂക്കമുള്ള ഒരു മണ്ഡലമായിട്ടാണ്. പക്ഷെ 3 പ്രാവശ്യം ജനങ്ങൾ എന്നെയാണ് വിജയിപ്പിച്ചത്. അതെന്തുകൊണ്ടാണ്? ആ ഒരു കെമിസ്ട്രി എങ്ങനെയാണ്? കാരണം ഒരു ജനപ്രതിനിധി നിലയിലുള്ള എൻ്റെ പ്രവർത്തനം, ജനകീയമായ പ്രവർത്തനം ജനങ്ങൾക്ക് പ്രാപ്യമായ രീതിയിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. അവർ ഏത് സമയത്ത് സമീപിക്കാവുന്ന ജനപ്രതിനിധി, ഏത് ആവശ്യത്തിനും ഓടിയെത്തുന്ന ജനപ്രതിനിധി. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ വോട്ടുകൾ പോലും എനിക്ക് അനുകൂലമായിട്ട് വരാം. അതുകൊണ്ടാണ് ഞാൻ വിജയിക്കുന്നത്. ഈ സംസ്ഥാന സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടോ? ഉണ്ട്, ശക്തമായിട്ടുണ്ട്. കശുവണ്ടി മേഖലയിലുണ്ട്, കേരളയിലുണ്ട്. കേരളത്തിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം നടന്ന സ്ഥലമാണ് ചെങ്ങന്നൂര്, ചങ്ങനാശ്ശേരി, മാടപ്പള്ളി, ചെങ്ങന്നൂര്, മുളപ്പുഴ, മാവേലിക്കര, നൂറനാട്, പാലമേ. അത് പിന്നെ മണ്ണെടുപ്പ് നടന്ന, അതായത് പാലമേൽ പഞ്ചായത്തിലെ മറ്റപ്പള്ളി മലയിൽ നിന്ന് മണ്ണെടുക്കാൻ വേണ്ടിയുള്ള നീക്കം നടന്നതിന് ശക്തമായ പ്രക്ഷോഭം നടന്ന് സർക്കാർ പിന്തിരിഞ്ഞോടിയ ഒരു മേഖലയാണ്. അങ്ങനെയുള്ള ഒരുപാട് സർക്കാരിനെതിരായിട്ടുള്ള സർക്കാരിന്റെ വിവിധ പദ്ധതികളിലൂടെ ജനദ്രോഹ പദ്ധതികൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതിലുള്ള വലിയ ജനവികാരം ഈ മണ്ഡലത്തിലുണ്ട്. ചങ്ങനാശ്ശേരി, മാടപ്പള്ളി ഏറ്റവും കൂടുതൽ കേരളത്തിനെതിരെ സമരം നടക്കുകയും ലാത്തിച്ചാർജ് നടക്കുകയും സ്ത്രീകളെ വലിച്ചെടുക്കുകയും. നമ്മൾ ആ ഒരു വാഗ്ദാനമാണോ വെക്കുന്നത്? കേരളയിൽ നടപ്പാക്കില്ല. കേരളയിൽ ഒരു കാരണവശാലും നടപ്പാക്കില്ല. വാഗ്ദാനമല്ലല്ലോ, നടപ്പാക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾ തെളിയിച്ചല്ലോ. ആ കേരളയിൽ വിരുദ്ധ സമരത്തിൽ ആദ്യ രംഗത്ത് വന്ന ജനപ്രതിനിധി ഞാനാണ്. ഞാൻ തിരികൊളുത്തിയ സമരമാണ് കേരളമാകെ ആളിപ്പടർന്നത്. അവസാനം പിണറായി വിജയനും സംസ്ഥാന ഗവൺമെന്റും സിൽവർ ലൈൻ എന്ന പദ്ധതി നിർത്തിവെക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അത് കോൾഡ് സ്റ്റോറേജ് കൊണ്ട് വെക്കേണ്ടി വന്നത് ഞാൻ കാരണമാണ്. ഈ കേരള രാഷ്ട്രീയം നോക്കുമ്പോൾ താങ്കൾ വളരെ പരിചയസമ്പത്തുള്ള നേതാവാണ്. മാവേലിക്കരയിൽ മാത്രം ഒരു ചോദ്യം താങ്കളിൽ ഒതുങ്ങാനും പറ്റില്ല. കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ മാത്രമായി LDF ഒതുങ്ങിയായിരുന്നു. ഇത്തവണ അവരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഇത്തവണ 20-20 UDF ജയിക്കും. LDFന് ഇത്തവണ ഒരു സീറ്റ് പോലും ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അതിന് കേരളത്തിലെ പൊതുവായ സ്ഥിതി പരിശോധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു 0-ൽ അവരെ ഒതുങ്ങാനുള്ള കാരണം എന്തായിരിക്കും? കാരണം അവര് ഒന്ന് പിണറായി വിജയൻ ഗവൺമെന്റ്, രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റ് അതൊരു കുടുംബത്തിന് വേണ്ടിയുള്ള, അതല്ലെങ്കിൽ മന്ത്രിമാരുടെ ആശ്രിതർക്ക് വേണ്ടിയുള്ള, അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള, പാർട്ടിക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഭരണമായി മാറി. രണ്ടാമത് പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റായി മാറി. ജനങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത്രയും വലിയ അൺപോപ്പുലറായ ഒരു ഗവൺമെന്റ് കേരളത്തിന് അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കേരള ഗവൺമെന്റിനെതിരായുള്ള ശക്തമായ ജനവികാരവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും.
ഒരു സംസ്ഥാന തലത്തിൽ നോക്കിക്കൊണ്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ ഇടതുപക്ഷത്തിന്റെ ശൈലജ ടീച്ചർ അവർക്കെതിരെ സൈബർ ആക്രമണം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നൊരു വലിയ പരാതി വരുന്നു. ശരിയാണോ അതൊക്കെ? എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ സ്ഥാനാർത്ഥിയായതുകൊണ്ട് മറ്റുള്ള മണ്ഡലങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചോ മറ്റ് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചോ എനിക്ക് പഠിക്കാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞിട്ടില്ല. ഈ 3 തവണ അതുകൊണ്ട് അതിനെക്കുറിച്ച് പോട്ടെ അതിലൊന്നും കയറാൻ പറ്റില്ല. ഈ 3 തവണ ആളുകളെ കണ്ടു വോട്ട് ചോദിച്ചു. ഈ 4ാം തവണ കാണുമ്പോൾ ഇത്തവണ കാണുമ്പോൾ ആ ഒരു മടുപ്പ് തോന്നുന്നുണ്ടോ ആൾക്കാർക്ക്? അങ്ങനെ ഒരു മടുപ്പിന്റെ ഒരു ലക്ഷണമുണ്ടോ ആളുകൾക്ക്? അങ്ങനെ ഒരു മടുപ്പ് ഇവിടെ സ്ഥാനാർത്ഥി ജനങ്ങൾ പറയുന്നത് ഞങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. വോട്ടിന് മാത്രമല്ല വരേണ്ടത്, ഞങ്ങൾക്ക് എപ്പോഴും കാണണം, ഞങ്ങളെപ്പോഴും വന്ന് കാണണം, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ അടുത്തുണ്ടാവണം. ഇങ്ങനെയാണ് വോട്ടർമാർ പറയുന്നത്. അപ്പൊ പിന്നെ കാണുന്നതിന് എന്ത് മടുപ്പ എന്നും കാണണമെന്ന് അവർ പറയുന്നത്. ഇലക്ഷന് വേണ്ടി വരരുത്. ഇവിടുത്തെ ഓരോ വ്യക്തികളെ നേരിട്ട് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അറിയാം മിക്കവാറും എല്ലാവരും അവരൊക്കെ എങ്ങനെ ഇപ്പോൾ കാണുമ്പോൾ എന്താ പറയുന്നത്? ജയിക്കുമോ? എതിർഭാഗത്തേക്കുന്ന ഒരു യുവ നേതാവാണ്. അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന് പൂർണ്ണ വിജയപ്രതീക്ഷയാണ്. അദ്ദേഹം മാവേലിക്കര മണ്ഡലത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, സംസ്ഥാനത്തൊട്ടാകെ എല്ലാ സീറ്റുകളിലും, എല്ലാ പാർലമെന്റ് സീറ്റുകളിലും UDF വിജയിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. LDF ഇത്തവണ 0-ൽ ഒതുങ്ങുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നു. ക്യാമറമാൻ പ്രണവിനൊപ്പം R. ശ്യാംബാബു, മീഡിയ മലയാളം.